ഓക്കെ, ദിസ് ടൈം നമ്മൾ റഷ്യൻ ഫൈറ്റേഴ്സിന്റെ കൂടെയാണ്. കാര്യം റഷ്യക്കാരെ എനിക്കിഷ്ടമില്ലെങ്കിലും ഇവന്മാരെ നമ്മൾ പരിഗണിക്കുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് I-16 Type 5. എൻ്റെ അഭിപ്രായത്തില് പഴയ നാസി ജർമ്മനിയോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഫൈറ്റേഴ്സ് ഇറക്കിക്കൊണ്ടിരുന്നത് അമേരിക്കൻസ് ആയിരുന്നില്ല, മറിച്ച് റഷ്യക്കാരായിരുന്നു. ഇവന്മാരുടെ ഫൈറ്റേഴ്സിനകത്തുള്ള ഈ ഗണ്ണുണ്ടല്ലോ, അതിൻ്റെ ഡയമീറ്റർ അമേരിക്കൻസിനേക്കാളും വലുതാണ്. ഐ മീൻ ഏറ്റവും ചെറിയ ലെവലിൽ വെച്ച് നോക്കിയാലും അത് വലുതായിരുന്നു. സോ ദാറ്റ് മാറ്റേഴ്സ്. പക്ഷെ നമ്മൾ കളിക്കുമ്പം കളിക്കാൻ അറിയാവുന്നതിൻ്റെ ആ ഒരു ലെവലിലൂടെ വെച്ച് പണി നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ ഇതൊന്നുമില്ല. ജനാധിപത്യ വിശ്വാസികൾ തെറി പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു കാലഘട്ടങ്ങളില് സോവിയറ്റ് യൂണിയൻ ഭരിച്ചുകൊണ്ട് ഇന്നത്തെ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഭരിച്ചുകൊണ്ടിരുന്നത് അറിയാലോ, കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അതായത് ജനാധിപത്യമായിരുന്നില്ല അവിടെ. മറ്റേ സ്ഥലത്തിന് വേണ്ടി ജർമ്മനിയിലും നാസികളെ ഭരിച്ചുകൊണ്ടിരുന്നത്, അവർക്കും ജനാധിപത്യം ഉണ്ടായിരുന്നില്ല. ജനാധിപത്യത്തിന് കഥ അടച്ചു വെക്കട്ടെ, എന്നിട്ട് ഈ പണിക്ക് നിൽക്കട്ടെ. ഡിഗ്രി മാറുടെ കൺട്രോളാണ് കേട്ടോ. എന്റെ വെടിയിലാണ് അവന്റെ വെടിയിലാണ് മുട്ടിയത്. എങ്ങനെ ആള് പോയി. ഇപ്പൊ നമ്മുടെ ടൈപ്പ് 15 ആണെന്ന് തോന്നുന്നു. Polly man, Polly. I think critical speed. Okay. മുന്നൂറിന് മേലെ ചങ്ങാതിയുടെ സ്പീഡായി. എങ്ങനെ പിടിച്ചു നിർത്താനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറ്റിയേ? പോയി നോക്കോട്ടോ സിനിമാട്ടോ. അപ്പൊ നമ്മള് എന്ത് പണ്ടാണ് പറഞ്ഞോണ്ടിരുന്നത്? റഷ്യൻസിനെ കുറിച്ചല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണെങ്കിൽ ഡെവലപ്മെന്റ്സിന്റെ സ്പീഡ് ഭയങ്കരമായിരിക്കും. വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പം മേലധികാരികൾ എന്ത് തീരുമാനിക്കുന്നോ അത് അവരങ്ങ് നടപ്പാക്കും. അതിനകത്ത് ബാക്കി എല്ലാ ചർച്ചയ്ക്ക് വെച്ചു ചർച്ച പിന്നെ വിരിഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളില്ല. പെട്ടപ്പെട്ട കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ആ കാലഘട്ടത്തിലെ എന്താ പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേറെ ലെവലായിരുന്നു, ഭയങ്കര സ്പീഡായിരുന്നു. വെട്ടുന്ന തുണ്ട് കണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ബട്ട് അതിന്റെ ദുഷ്യഫലങ്ങളുണ്ട്. അതായത് ബാക്കി ഒരു യുദ്ധത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഏകാധിപത്യം യുദ്ധത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഏകാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെക്കാളും നല്ലതാണ് യുദ്ധത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ക്രൈസിസ് വരുമ്പോൾ. അല്ലാണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഡേ ടു ഡേ ലൈഫ് പീസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ
അതിന് ഡിക്റ്റേറ്റർഷിപ്പിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇപ്പോൾ ജനാധിപത്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു ഇടിയും പൊടിയും കഴിഞ്ഞ് മനുഷ്യരായിട്ട് മനസ്സമാധാനത്തോട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ കേസുകളെല്ലാം അടച്ചുപൂട്ടി പോകുന്നത്. പിന്നെ ഇന്ന് കാലത്ത് പിന്നെ സോവിയറ്റ് യൂണിയൻ അല്ലല്ലോ, നമ്മുടെ പേരെന്തായിരുന്നു, ഉത്തര കൊറിയ, നോർത്ത് കൊറിയ, ലോകത്ത് എന്താ നടക്കുന്നത് അറിയാതെ കുറെ മനുഷ്യരവിടെ ജീവിക്കുന്നു. അതൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചെറിയ രാജ്യമാണ്, ആ ഒരു ഡയമെൻഷനിൽ അവന്മാർ അങ്ങനെ അടിച്ചമർത്തി കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ദുബായിലൊക്കെ രാജഭരണം എന്ന് പറഞ്ഞാലും അത് വേറെ ലെവലാണ്. ഈ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൂയിങ് ഗുഡ്. അവർക്ക് പക്ഷെ ഇങ്ങനെയുള്ള സെറ്റപ്പുകളൊന്നും ഇല്ല, കുറവാണ്. നമ്മളിപ്പം ആലോചിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തൊരു സൈനിക ശക്തിയായിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യത്തെയും എവിടെ നോക്കിയാണോ മലയാളികളെ വെടിവെച്ചിടുന്നത്? ആ പന്നിയെ കിട്ടുമോ? ഓ, ഇതുമായിട്ടാണോ? എളുപ്പമുള്ള പക്ഷിയാട്ടോ, അതിന്റെ പുറകെ ഒന്ന് പിടിച്ചോണ്ട ചിലപ്പോ കിട്ടും. സ്പീഡിൽ പോയിട്ട് നമുക്ക് താഴോട്ട് ഡൈവ് ചെയ്യാം. കാരണം അവന്റെ ചിറക് വലുതായതുകൊണ്ട് ആ പന്നീനെ പെട്ടെന്ന് വെടിവെച്ചിടാൻ പറ്റും. ഈ നമ്മള് പോയി നേരത്തെ ഉള്ള നമ്മുടെ ആദ്യം കൊണ്ടുപോയ സാധനമില്ലേ, അതുപോലുള്ള സാധനത്തെ ടാർഗറ്റ് ചെയ്യണം. കാരണം ഭയങ്കര മനോറബിലിറ്റി ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തള്ളും. പക്ഷെ വെടിവെക്കുന്നതിന്റെ ആ ഒരു ഗണ്ണിന് പവർ കുറവായിരിക്കും. പക്ഷെ ഈ സാധനം ഒന്നിനും കൊള്ളില്ല, പവറും ഇല്ല, വലുപ്പവും ഇല്ല, അങ്ങനെ സാധനമാണ്. നമ്മൾ നേരത്തെ ഉള്ള വെടിവെച്ചിട്ട സാധനമില്ലേ, അതിനെ സംബന്ധിച്ച് അതിന് ഗൺ പവർ കൂടുതലാണ്. അതായത് ഒരു ഷോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാർഫർ 20 പക്ഷെ അത് അത്രയും വലിയ ഗൺ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണ്ടി കൊണ്ട് ആ വിമാനം വളരെ എന്താ പറയുക, സൈസ് കൂടുതലായിരിക്കും വിമാനത്തിന്. അപ്പം എനിമി ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും എളുപ്പമാ. പിന്നെ പറഞ്ഞ സൈനികന്മാർ പറഞ്ഞ പോലെ ഏത് ആംഗിൾ അടിച്ചാലും കൊള്ളാൻ പാകത്തിന് ഇരിഞ്ഞ് നിൽക്കുക. എന്താണ് ഇതിനകത്ത് ഭൂകമ്പം? ഇല്ല. നീ എന്റെ അടമസാര നീ ആടാ പന്നി. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഗുരുത്തത്തിനൊന്നും പറ്റില്ല കേട്ടോ. ഞാനവിടെ തടപടനെ മൂഞ്ചിന്ന. Head on, head on, head on, head on, head on. No, Tanish. അപ്പൊ ഇവനേതാ? ഗോന്തിയായിട്ട് മരങ്ങായിട്ട് കട്ടയം കൂടെ മടങ്ങിയിരിക്കുന്നു. ഗൈസ്, ഈ കളിയിൽ എന്തൊക്കെ പടക്കങ്ങളാണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ബിക്കോസ് ഗെയിം കഴിഞ്ഞിട്ടില്ല. ഗെയിം കഴിഞ്ഞാലേ ബാക്കി പതക്കങ്ങളൊക്കെ വെച്ച് കാച്ചുകൊള്ളാൻ. എന്നിരുന്നാലും ലെറ്റ്സ് സീ. ഞാൻ ടാർഗറ്റ്സ് കൊന്നു. Avenger, fighter rescue, eye for an eye. വേണ്ട. കുഴപ്പമില്ല. Okay, fine. To hanger. Bye guys, bye.